കാര്യം പ്രസന്റ് ചെയ്യുന്ന ചിറ്റ്ചാറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് വസുന്ധര. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗായത്രിയാണ്. യോഗ ആഡ് ഇയേഴ്സ് ടു എ ലൈഫ് ആൻഡ് ലൈഫ് ടു ഇയേഴ്സ് എന്നാണ്. ഗായത്രി മാം ഒരു പ്രൊഫഷണൽ യോഗ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ മാം എങ്ങനെയാണ് യോഗ സ്റ്റാർട്ട് ചെയ്തത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. Thank you, Vasundhara, and thank you, T4 Talent, for having me this show. This is a wonderful opportunity. And ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബസേലിയസ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. 2020 പാസ് ഔട്ട് ആയത്. സോ ആഫ്റ്റർ ദാറ്റ് എനിക്ക് യോഗയിൽ ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ തോട്ട് ഓഫ് ഗിവിങ് യോഗ ക്ലാസ്സസ്. സോ അങ്ങനെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇപ്പോൾ UST ഗ്ലോബലിൽ ട്രിവാൻഡ്രം UST ഗ്ലോബലിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ദാറ്റ്സ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. Anyway, thank you so much, T4 Talent and India Media, for inviting me to this show. Thank you. അപ്പോൾ മാം ആക്ച്വലി എങ്ങനെയാണ് യോഗ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? ലൈക്ക് സ്കൂളിലെയോ കോളേജിലെയോ യോഗ സെഷൻസിലൂടെയാണോ? പിന്നെ ഇൻട്രസ്റ്റ് കാരണമാണോ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരുന്നോ യോഗ സ്റ്റാർട്ട് ചെയ്യാൻ? ഞാൻ ആക്ച്വലി യോഗ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 4 years ആവാറാണ്. കോളേജിൽ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു വർക്കൗട്ട്സ്. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു വർക്കൗട്ട്സ് ഒക്കെ. എന്നിട്ട് കുറേ അത്യാവശ്യം വെയിറ്റ് ഒക്കെ കുറച്ചു. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റി. ബിക്കോസ് അതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ഒരു വർക്കൗട്ട്സോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്കും തന്നെ എനിക്ക് ഒരു 2 months കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 7 to 8 kilos ഡ്രാസ്റ്റിക് ചേഞ്ച് പെട്ടെന്ന് തന്നെ കുറഞ്ഞു. പിന്നെ ഞാൻ ആക്ച്വലി പിന്നെ അത് നമുക്ക് ചെയ്യാം. നമ്മളൊരു 2 months ഒരേ റൊട്ടീൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ യോഗ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വിചാരിച്ചു. എനിവേ ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അപ്പോൾ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഒരു യോഗ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്തത്. അങ്ങനെ ജോയിൻ ചെയ്ത് എനിക്ക് യോഗ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പറഞ്ഞു ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് പോയി എല്ലാ ഇൻസ്റ്റയിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തു. യോഗയുടെ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സും അത് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളും. അങ്ങനെ ചില പോസ്റ്റേഴ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഹെഡ് സ്റ്റാൻഡൊക്കെ ആദ്യം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഹെഡ് സ്റ്റാൻഡൊക്കെ ചെയ്യാനായിട്ട്. അതിൽ കൂടുതലും ടൈം കൊടുത്തു. അങ്ങനെ ഹെഡ് സ്റ്റാൻഡ് അൺലോക്ക് ചെയ്യുന്ന ഫസ്റ്റ് അച്ചീവ്മെൻറ്റ് യോഗയിൽ. സോ അങ്ങനെയാണ് ആക്ച്വലി ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നതും. പിന്നെ ഓരോന്നും പതിയെ പഠിക്കാൻ തുടങ്ങി. ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ലൈക്ക് ഈ ഇൻസ്റ്റയിലൊക്കെ കാണുമ്പോഴത്തേക്ക് അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കാരണം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആക്ച്വലി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് മുന്നേ നമ്മളിപ്പം സ്കൂളിലും കോളേജിലും ഒക്കെ യോഗ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും യോഗ ചെയ്യുന്നത് കാണുമെങ്കിലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ പോകും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ. വൺസ് നമ്മൾ അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ഞാൻ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. സോ ഐ ഗോട്ട് ദ ബെനിഫിറ്റ്സ്. ആ ഒരു ലൈക്ക് ഫുള്ളി ഇപ്പോൾ കുറേ ലൈക്ക് ഞാൻ പണ്ടൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പോസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് തന്നെ ലൈക്ക് ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് അതൊക്കെ നടക്കുന്നത്. യോഗയുടെ ബെനിഫിറ്റ്സ് ആൾക്കാർക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും യോഗ കൊണ്ട് പ്രധാനമായിട്ട് വരുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പേഴ്സണലി എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി? പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നായിരുന്നോ യോഗ സ്റ്റാർട്ട് ചെയ്തതിലൂടെ? യോഗയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്കും സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും പറയാനുള്ളത്. അതായത് നമ്മളെപ്പോഴും കേൾക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. സോ അതർ ദാൻ ദാറ്റ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരുപാട് ഇഷ്യൂസ് ഒക്കെ എനിക്ക് മാറ്റാൻ പറ്റി. ലൈക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അലർജി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ആസ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ എനിക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റി. ലൈക്ക് ബാക്ക് പെയിനൊന്നും ഇപ്പം ലൈക്ക് ഓൾമോസ്റ്റ് നോ എന്ന് തന്നെ പറയാം.
അതുപോലെ ഇപ്പോൾ എന്താ അലർജിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അലർജി ഉണ്ടായിരുന്നു. ആ ഒരു ലൈക്ക് കുറേ നാളുണ്ടായിരുന്നു. ലൈക്ക് കുറേ പ്രാക്ടീസിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴൊക്കെയാണ് ഞാൻ ആക്ച്വലി ഒന്ന് ഒരു എന്താ പറയുക ഒരു അതിൽ നിന്നൊക്കെ എനിക്കിപ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ കുറേയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ആ ഒരു അങ്ങനെ ഒരു വലിയൊരു അലർജി സിംറ്റംസ് ഒന്നും എനിക്കിപ്പോൾ കാണിക്കാറില്ല. പിന്നെ ആസ്മ സെയിം തിങ്, ആസ്മ ഇടയ്ക്കൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോസൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ അത് നിൽക്കുക ലൈക്ക് കംപ്ലീറ്റ്ലി മാറിയതിന് ശേഷം പിന്നെ ഇപ്പോൾ ലൈക്ക് ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ അത് ലൈക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ദെൻ അതർ ദാൻ ദാറ്റ് ഒരു കംപ്ലീറ്റ് ചേഞ്ച് തന്നെയാണ് യോഗ ലൈക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടിയത്. ലൈക്ക് ഫിസിക്കലി ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി. സോ മെൻ്റലി എന്ന് പറയുമ്പോൾ കൂടുതലും ലൈക്ക് എന്താ പറയുക ഒരുപാട് ലൈക്ക് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അത് പറഞ്ഞ് ഇതാക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വന്ന ഒരു ടോട്ടൽ ചേഞ്ച് എന്ന് പറയുന്നത് സോ അതെനിക്ക് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നുള്ളൂ. മേ ബി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ്. ഒരു 4 years എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമല്ല യോഗനെ സംബന്ധിച്ച്. അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും അത് അത്ര വലിയൊരു എക്സ്പീരിയൻസ് അല്ലാന്ന്. സോ അത്രയും ആ ഒരു ഇതിൽ തന്നെ ഇതിലും ഞാൻ കൺസിസ്റ്റൻ്റ് ഒന്നും അല്ലായിരുന്നു. സോ ഇപ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ഐ എം ട്രൈങ് ടു ബീങ് കൺസിസ്റ്റൻറ്റ്. സോ അങ്ങനെ പറയുമ്പോൾ വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി ഇപ്പോൾ യോഗ എന്നല്ല എന്തൊരു ഇത് അതായത് എക്സസൈസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് എന്തായാലും ഫിസിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കും. പക്ഷേ യോഗ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെൻ്റലി കൂടെ നമുക്ക് ബെനിഫിറ്റ്സ് തരും. അത് നമ്മൾ ലൈക്ക് പ്രൊലോങ്ഡ് ഡ്യൂറേഷനിൽ പ്രാക്ടീസ് ചെയ്യും. ഐ മീൻ ലൈക്ക് കൺസിസ്റ്റൻ്റ്ലി കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ച് നമുക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ എനിക്കൊരുപാട് ലൈക്ക് കോൺഫിഡൻസ് കൂടുതൽ കിട്ടിയത് യോഗ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ്. ഇതിന് മുമ്പ് എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഭയങ്കര ഒരു ഇപ്പോഴും എന്താ പറയുക ഒരു ഇൻട്രോവേർട്ട് തന്നെയാണ്, ഇൻട്രോവേർട്ട് ബിഹേവിയർ ആണ് എനിക്ക്. അപ്പോൾ അതിൽ എനിക്കൊന്ന് പുറത്ത് വരാൻ പറ്റുന്നത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ കോൺഫിഡൻസ് ഐ ഗെയിൻ ത്രൂ യോഗ. എനിക്ക് വന്ന ആ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, കീപ് പ്രാക്ടീസിങ്. എന്താണെങ്കിലും അതിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. സോ യോഗ എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഫുള്ളി നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ എക്സസൈസിന് പകരം യോഗ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ശരിയാണോ? യോഗയും എക്സസൈസും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്, ഡിഫറൻസസ് എന്തൊക്കെയാണ്? യോഗ എക്സസൈസും തമ്മിലുള്ള ഡിഫറൻസ് ആക്ച്വലി യോഗ ഒരു എന്താ പറയുക യോഗ സ്റ്റഡി കംഫർട്ടബിൾ പോസ്റ്റർ എന്നാണ് പറയുന്നത്. യോഗനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര ഒരു സ്ലോ പേസിലാണ് ആക്ച്വലി യോഗ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താ വെൻ ഇറ്റ് കംസ് ടു എക്സസൈസ് നമുക്കറിയാം, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈക്ക് ഹാർട്ട് റേറ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ നമ്മൾ രണ്ടിലും ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് കോർഡിനേറ്റ് ചെയ്യുക. വിത്ത് അവർ മൂവ്മെൻറ്റ്സ് നമ്മുടെ ബ്രീത്ത് കോർഡിനേറ്റ് ചെയ്യണം നമ്മൾ യോഗയിലും ചെയ്യുന്ന എക്സസൈസും ചെയ്യുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എക്സസൈസ് നമ്മൾ എത്ര തന്നെ ബ്രീത്ത് കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നമുക്ക് ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് നമുക്ക് യോഗയിലോട്ട് പോകുമ്പോഴത്തേക്കും യോഗയിൽ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ഈസി ആയിരിക്കും ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ. ബിക്കോസ് നമ്മൾ അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ റാപ്പിഡ് മൂവ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എനിവേ നോർമലി ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറച്ചൊന്ന് ലൈക്ക് ആ ഒരു ഈസിനെസ് കാണില്ല. എന്നാലും കുറേയൊക്കെ നമുക്ക് എന്താ പറയുക ബ്രീത്ത് കൺട്രോൾ ചെയ്ത് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ആ ഒരു സ്ലോ പേസിലെ ഒരു ബിഗിനറിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്ലോ പേസിലേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അവർക്ക് ബ്രീത്ത് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ആ ഒരു പ്രോപ്പർ റിലാക്സേഷനും ആ ഒരു വേയിൽ തന്നെ ആയിരിക്കും യോഗ പോകുന്നത്. സോ അത് ബേസിക് ഡിഫറൻസ് എന്ന് പറയാം. പിന്നെ നമ്മൾ യോഗ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോ എന്താ പറയുക ഫസ്റ്റ് നമ്മൾ ഈ യോഗയുടെ ഓരോ പോസ്റ്റർ അറ്റൈൻ ചെയ്യുമ്പോൾ ലൈക്ക്
ഫുൾ സ്ട്രെച്ച് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഫുള്ളി ഓൺ അവർ സെൽസ് ആയിരിക്കും. അതായത് ആദ്യം നമ്മൾ പോസ്റ്റർ കറക്ഷനിലായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ആക്ച്വലി എന്ന് പറയുന്നത് ഫുള്ളി നമ്മളിൽ ഇൻവോൾവ് ആയിരിക്കും. സോ അത് തന്നെയാണ് നമ്മൾ ആസന വിജയം എന്ന് പറയുന്നത്. സോ അത് നമുക്ക് കൂടുതൽ നേരം ഹോൾഡ് ചെയ്യുന്നതും അതിൻ്റെ ആ പോസ്റ്ററിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ കിട്ടും. എന്താണോ ആ പോസ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടും. സോ ഹോൾഡിങ്ങിന് മോർ പ്രയോറിറ്റിയാണ് യോഗ കൊടുക്കുന്നത്. വേറെ എക്സസൈസ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ദെൻ വേറെ ഡിഫറൻസ് എനിക്ക് കാലക്രമേണ യോഗയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് യോഗ ഇപ്പം ഗ്ലോബലി ഡോമിനൻ്റ് ആയ ഒരു ഇതും കൂടെയാണ്. അപ്പോൾ കണ്ടംപററി യോഗയും ട്രഡീഷണൽ യോഗയും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസസ്? ഇത് രണ്ടും തമ്മിൽ എന്താണ് ആക്ച്വലി ഉള്ള വ്യത്യാസം? ട്രഡീഷണൽ യോഗയും കണ്ടംപററി യോഗയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ട്രഡീഷണൽ യോഗ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് സ്പിരിച്വൽ കാര്യങ്ങളിലായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫുള്ളി ലൈക്ക് ഒരു പേഴ്സൻ്റെ ലൈക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ സോൾ അതുവരെ അത്രയും ഡീപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രഡീഷണൽ യോഗയിൽ ഇൻവോൾവ് ചെയ്തേക്കുന്നത്. അപ്പം അതിൽ ലൈക്ക് നമ്മൾ 4 പാർട്സ് ഓഫ് യോഗ എന്ന് കേട്ടിട്ടില്ലേ? രജയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ ആൻഡ് കർമ്മയോഗ. സോ ആ 4 പാർട്സ് ഓഫ് യോഗ അതിൽ തന്നെ ഒരു പാർട്ട്, അതായത് ഇപ്പോൾ ഈ ജ്ഞാനയോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ജ്ഞാനയോഗ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറേ കൂടുതൽ ബുക്സ് വായിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി ജ്ഞാനയോഗയിൽ വരുന്നത്, അറിവ് കൂട്ടുക എന്നുള്ളത്. ദെൻ ഭക്തിയോഗ, സ്പിരിച്വൽ പ്രാക്ടീസസ്. അത് നമ്മുടെ സ്പിരിച്വലി ഇൻവോൾവ് ആവുക എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല. അതിൽ കൂടുതൽ നമ്മളിൽ തന്നെ ലൈക്ക് വി ഗോ മോർ ഡീപ്പ് ഇൻ ടു അവർ സെൽസ്. അതിനെയാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ദെൻ അതർ ദാൻ ദാറ്റ് രജയോഗയിലാണ് ആക്ച്വലി രജയോഗയുടെ ഒരു പാർട്ട് മാത്രമാണ് ഹഠയോഗ. അവിടെയാണ് ഈ യോഗയുടെ ആസനാസ് വരുന്നത്, പ്രാണായാമ വരുന്നത്, മെഡിറ്റേഷൻ വരുന്നത്. സോ ഇതെല്ലാം ആക്ച്വലി രജയോഗയുടെ ഒരു പാർട്ടാണ്. സോ അവിടെ മാത്രമേ യോഗയിൽ ആസനാസ് വരുന്നുള്ളൂ. ദെൻ കർമ്മയോഗ, സെൽഫ്ലെസ് സർവീസ്. നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ സെർവ് ചെയ്യുക. സോ അവിടെ അത് കർമ്മയോഗ. സോ ഇത്രയും ഒരു ട്രഡീഷണൽ ഒരു പ്രാക്ടീഷണർ ഇത് ഇത്രയും ഫോളോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യും. അതാണ് ഒരു ട്രഡീഷണൽ യോഗ വേ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഗുരുകുല സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ആണ് ട്രഡീഷണൽ യോഗ. ഒരു നമ്മളിപ്പോൾ ഒരു ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിക്കുന്ന ആ പണ്ടത്തെ അതേ സിസ്റ്റം, അതിൽ ഒരു പാർട്ട് മാത്രമേ യോഗയാവുന്നുള്ളൂ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴേ അതൊരു ട്രഡീഷണലി യോഗ പ്രാക്ടീഷണർ ആകുള്ളൂ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കണ്ടംപററി യോഗ നമുക്ക് എന്താ പറയുക, നമ്മൾ മിയർലി ഫോക്കസ് ചെയ്യുന്നത് ആ പോസ്റ്റർ കറക്ഷൻ, ആസനാസ്, പ്രാണായാമ, ദെൻ അത് തന്നെ മെഡിറ്റേഷൻ. ഇപ്പോൾ കൂടുതലും പേര് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. സോ ഇത്രയാണ് ആക്ച്വലി കണ്ടംപററി യോഗയിൽ ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെ അവർക്ക് ലൈക്ക് വേറെ ഒരു കാര്യങ്ങളെ പറ്റിയും നമ്മൾ നോക്കാറില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു യോഗ ടീച്ചറെ കണ്ടുപിടിക്കുക, കുറച്ച് യോഗ ക്ലാസ് ചെയ്യുക. അതിൽ ആ ഒരു ഡിഫറൻസാണ് ആക്ച്വലി ട്രഡീഷണലും കണ്ടംപററിയും വരുന്നത്. കണ്ടംപററി യോഗ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിന് നമുക്ക് അത് മാത്രമേ പറ്റത്തുള്ളൂ. ലൈക്ക് നമുക്കിപ്പം ഒരുപാട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് യോഗ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ആദ്യം തന്നെ ഒരാൾക്ക് നമുക്ക് ഹെഡ് സ്റ്റാൻഡോ അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് പോസ്റ്റേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് പോസ്റ്റേഴ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെയും നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്റ്റൈൽസ് ഓഫ് യോഗ വരുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, കൂടുതലും ആസന ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു ആൾ കുറേ നാൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അയാൾ കൂടുതലും ഡീപ്ലി ഇൻവോൾവ് ആകും. ലൈക്ക് ഡീപ്ലി സോളിൽ ഇൻവോൾവ് ആകും. ബിക്കോസ് അത്രയും കാലത്തെ പ്രാക്ടീസിലൂടെ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊക്കെയാണ്. സോ അതാണ് കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ യോഗയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്.
യോഗ വീട്ടിൽ ഇരുന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പാൻഡമിക്കും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ബെനിഫിഷ്യലുമാണ്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന യോഗ പ്രോസസ്സ് ഏതൊക്കെയാണ്? പാൻഡമിക്കിൽ മാത്രമല്ല, നമുക്ക് യോഗ ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റേഴ്സും വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു മോർ ദാൻ 30 to 45 മിനിറ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ എനഫ്. ആ ഒരു ടൈം നമ്മുടെ 24 hours ഇല്ല എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ നമുക്ക് സൺ സല്യൂട്ടേഷൻ ചെയ്യാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സൺ സല്യൂട്ടേഷൻസ് തന്നെയായിരിക്കും. യോഗയുടെ 12 ആസനാസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ആർക്ക് യോഗ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും അവർ ചെയ്യേണ്ട ബേസിക് എന്ന് പറഞ്ഞാൽ ആ 12 യോഗ പോസ്റ്റേഴ്സ് കറക്റ്റായിട്ട് ചെയ്യാം. സോ അത് സൺ സല്യൂട്ടേഷൻ ഇസ് എ മസ്റ്റ്. പക്ഷെ ചിലർക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് പ്രോപ്പർ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതിന് വേരിയേഷൻസ് ഉണ്ട്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരുപാട് വേരിയേഷൻസ് ആസനാസ് ഉണ്ട്. അതായത് സൺ സല്യൂട്ടേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനത്തെ വേരിയേഷൻസ് നോക്കി ചെയ്യുക. ദെൻ ഭുജംഗാസന, കോബ്ര പോസ്, ലൈക്ക് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ അത് ഒരുപാട് എക്സസൈസിലും ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്യിക്കുന്ന ഒരു പോസ്റ്ററാണ് ഭുജംഗാസന, കോബ്ര പോസ്. ആൻഡ് ബാക്ക് ബെൻഡിങ്ങിൽ ധനുരാസന. അത് അത്ര ടഫല്ല, അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പോസ്റ്ററല്ല. ബാക്ക് ബെൻഡിങ് വരുന്ന ഒരു പോസ്റ്ററാണ്. കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ധനുരാസന ചെയ്യാൻ പറ്റും. ദെൻ ധനുരാസന ബാക്ക് ബെൻഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ്, ഓൾമോസ്റ്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇറ്റ്സ് എ വെരി ഗുഡ് പോസ്റ്റർ. ദെൻ വീരഭദ്രാസന വാരിയർ പോസ്റ്റേഴ്സ് എന്ന് പറയും. സോ അതിൽ തന്നെ 3 വേരിയേഷൻസ് ഉണ്ട്. ആ 3 വേരിയേഷനും ലൈക്ക് ദ ബെസ്റ്റ് പോസ്റ്റേഴ്സ് ആണ്. നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റമൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ലെഗ് സ്ട്രെങ്തനിങ്ങിനും ഒക്കെ ബെസ്റ്റ് പോസ്റ്റേഴ്സ് ആണ് വാരിയർ. ദെൻ ചെയർ പോസ്. സോ ചെയർ പോസ് എന്ന് പറഞ്ഞാൽ സ്ക്വാട്ടിങ്, കൈൻഡ് ഓഫ് സ്ക്വാട്ടിങ് നമ്മൾ ചെയ്യുന്നത് ലൈക്ക് ഡൈനാമിക് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക മൂവ്മെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യും. വൈർലെസ് ചെയർ പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്ക്വാട്ട് പോസ്ചർ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അറിയാം സ്ക്വാറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതേ സെയിം ബെനിഫിറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക, കുറച്ച് കൂടുതൽ നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. മൂവ്മെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ലൈക്ക് ആ ഒരു ഡിഫറൻസ് വരും. ബട്ട് ഹോൾഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പ്രോപ്പർ രീതിയിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ചെയർ പോസ് നല്ലൊരു പോസാണ്. ഐ തിങ്ക് ഇതെല്ലാം കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല ലൈക്ക് ഫുൾ ഒരു യോഗ. ദെൻ ട്രയാങ്കിൾ പോസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ത്രികോണാസന. ഓൾ ദീസ് ആർ ദ ബെസ്റ്റ് പോസ്റ്റേഴ്സ് ഇൻ യോഗ. അതായത് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡെയിലി എല്ലാ ആൾക്കാരും ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ്. ഇത്രയൊക്കെ. യോഗയിൽ ബ്രെത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പോർട്സ് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് എക്സസൈസും യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ബ്രെത്ത് കൺട്രോൾ എന്ന് പറയുന്നത് സ്പോർട്സ് താരങ്ങൾക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി യോഗ ചെയ്തതിലൂടെ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റിക്കും ആകാം, ബ്രെത്ത് കൺട്രോളിനും ആകാം, വെയിറ്റ് ലോസിനും ആകാം. എന്താണോ നമ്മുടെ ആഗ്രഹം നമ്മൾ അതിനനുസരിച്ച് യോഗ നമുക്കിപ്പോൾ മാറ്റാൻ പറ്റും. ഇപ്പം ഫ്ലെക്സിബിലിറ്റിക്ക് ആണെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രെച്ചിങ്ങിലായിരിക്കും. അതേസമയം ബ്രീത്ത് കൺട്രോളിങ്ങിനാണെങ്കിൽ നമ്മൾ അലോങ് വിത്ത് അതർ കാർഡിയോ ആക്ടിവിറ്റീസ്, ഇപ്പം സ്പോർട്സ് പേഴ്സൺ എന്ന് പറഞ്ഞപ്പോൾ അവരെന്തായാലും കാർഡിയോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ എന്താ പറയുക ആ ഒരു ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രാണായാമം ആയിരിക്കും കൂടുതൽ. അതായത് ബ്രീത്തിങ് എക്സസൈസ്, ഹോൾഡിങ്, ദെൻ ആൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ് അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലെക്സിബിൾ മാത്രമേ ആകുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്താ ബ്രീത്തിങ് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഫുള്ളി നമുക്ക് ഒരു എക്സസൈസ് മാതിരി തന്നെ ഇപ്പോൾ യോഗേനെ ആക്ച്വലി അത്രയ്ക്കും വേരിയേഷൻസ് യോഗയിൽ വന്നിട്ടുണ്ട്. സോ ഫ്ലെക്സിബിലിറ്റിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്തിരുന്ന ഫ്ലെക്സിബിലിറ്റിക്കാണ്. സോ എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. വേറെ ബ്രീത്തിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത് എനിക്ക് ഒരിടത്തിരുന്ന്
അല്ലെങ്കിൽ കുറേ നേരം പ്രാണായാമം ചെയ്യുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പക്ഷേ എന്താ പറയുക, നമ്മൾ പോസ്റ്റേഴ്സിൽ വരുമ്പോഴത്തേക്കും എനിക്ക് പോസ്റ്റേഴ്സ് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ കൂടുതലും പോസ്റ്റേഴ്സിൽ ബ്രീത്ത് ചെയ്യാനാണ് ഇതിന്. സോ ആ ഒരു ഇതിൽ എനിക്ക് ബ്രീത്തിങ്ങിന് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ അതിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. സോ ബ്രീത്തിങ് ആണെങ്കിലും ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഈസിനെസ് ഉണ്ടാകും നമ്മുടെ മസിൽ മൂവ്മെൻറ്റ്സിൻ്റെ. സോ ഫ്ലെക്സിബിലിറ്റി ഡെഫിനറ്റ്ലി യെസ്. മൊബിലിറ്റി ആണ് ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് എസ്പെഷ്യലി ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന മൊബിലിറ്റിയാണ്. സോ അതിനുള്ള ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സൊക്കെ ഉണ്ട്. സോ അതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പരിധി വരെ എല്ലാവരും ഫ്ലെക്സിബിൾ തന്നെയാണ്. നമ്മൾ ഒന്നിലും ഇൻവോൾവ് ആവാണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ബോഡിയുടെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത. ദെൻ കമ്മിങ് ടു ബ്രെത്ത് കൺട്രോൾ, നമ്മൾ നോർമലി ഒരു യോഗ ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് ബ്രീത്ത് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഐ മീൻ അത്യാവശ്യം ഇത് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓരോ പോസ്റ്ററിൽ ഇരുന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, ബ്രീത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പോസ്റ്ററിൽ ഇരുന്ന് ബ്രീത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ബ്രീത്തിങ്ങിൽ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എലോങ് വിത്ത് ദാറ്റ് മെഡിറ്റേഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രീത്തിങ്ങിലും ബ്രീത്തിങ്ങിൻ്റെ ബെനിഫിറ്റ്സും. യോഗയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുള്ള പൊസിഷൻ ഏതാണ് മാം? അത് അച്ചീവ് ചെയ്യാൻ എത്രമാത്രം ടൈമും എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഡിഫിക്കൽട്ടി കോഴ്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാം ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. പിന്നെ വിത്ത് പ്രാക്ടീസ് എല്ലാം ഈസിയൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് സ്റ്റെബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു പോസ്റ്ററിലെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാം, കൂടുതൽ ഡീപ്പായിട്ട് പോസ്റ്ററിലേക്ക് പോവുക, അതാണ് സംഭവിക്കുന്നത്. സോ സ്കോർപ്പിയോൺ എനിക്ക് അന്നും ചെയ്യാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആയിരുന്ന ഒരു പോസ്റ്ററാണ്. ഇപ്പോഴും അത്ര വലിയ സ്റ്റെബിലിറ്റി ഒന്നും കിട്ടാത്തൊരു പോസ്റ്ററാണ് സ്കോർപ്പിയോൺ. ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. സോ എല്ലാ പോസ്റ്റേഴ്സും ഓൾമോസ്റ്റ് നമുക്ക് ഡിഫിക്കൽട്ട് തന്നെയാണ് എല്ലാം. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ്. ഒരു ബിഗിനർ ലെവലുണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവലുണ്ട്, ദെൻ അഡ്വാൻസ്ഡ് ലെവലുണ്ട്. പാൻഡമിക് വന്നതിന് ശേഷമാണ് എല്ലാവരും യോഗയെ പറ്റി ഒരുപാട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ബ്രീതിങ്ങിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് ആക്ച്വലി എല്ലാവരും യോഗേനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ നമ്മളെല്ലാവരും നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കേണ്ട ടൈം ഹാസ് എക്സീഡഡ്. സോ ഒരുപാട് പേര് ഇപ്പോഴും ഒരു രീതിയിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇൻവോൾവ് ആവാത്ത ആൾക്കാരുണ്ട്. അവരോടൊക്കെ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ട്രൈ യോഗ അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു 1 hour ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫുള്ളി അവർ എക്സസൈസ് ചെയ്ത ഒരു ഫീലിംഗും കിട്ടും, അലോങ് വിത്ത് മെനി അതർ ബെനിഫിറ്റ്സ്. സോ യോഗ ഇഷ്ടമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക. കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ആക്കുക. ബിക്കോസ് ഇപ്പോൾ അവർക്ക് സ്കൂള് ഒന്നുമില്ല. സോ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് അല്ല. അത് കുഞ്ഞു പിള്ളേരെയും യോഗ ചെയ്യാനാണ്. യോഗ അല്ലെങ്കിൽ എനി അതർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് യോഗ ബെസ്റ്റാണ് കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കുഞ്ഞു പിള്ളേർ നമ്മളിപ്പോഴേ ആ ഒരു ട്രാക്കിൽ കൊണ്ടുവരണമെങ്കിൽ അവരെ നമുക്ക് ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഒക്കെ എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിൾ ആക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. നമ്മളിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് അവരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. സോ കൂടുതലും കുട്ടികളിൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് എല്ലാവരും ഒരു ഫിസിക്കലി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ള കാര്യം ഇനി വരുന്ന ഒരു ഫ്യൂച്ചറിൽ ഫിസിക്കലി ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി എന്താ പറയുക ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ട്രൈ ടു ബി ആക്റ്റീവ്. Thank you for inviting me to the show. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ഫസ്റ്റ് ടൈം ഇത് ചെയ്യാനായിട്ട്. ബിക്കോസ് നെവർ ഹാഡ് ദിസ് എക്സ്പീരിയൻസ്. ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. സോ ഒരു സ്റ്റാർട്ടിങ് ടൂർ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ദെൻ
എനിവേ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. യോഗനെ പറ്റി എൻ്റെ ഒരു ചെറിയൊരു ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന താങ്ക് യു വസുന്ധര. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ ആരും തന്നെ അത്രമാത്രം ശാരീരിക പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല. ഒന്ന് വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക്, അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ പോലും നമ്മൾ സ്ക്രീനിന്റെ മുന്നിലാണ്. മാമിൻ്റെ അടുത്ത് സംസാരിച്ച ശേഷം എനിക്ക് തന്നെ എന്തെങ്കിലും പേഴ്സണലി ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവരണം എന്ന് തോന്നി. ഈ ഇന്റർവ്യൂ കാണുന്ന അതിലൊരു നല്ല ശതമാനം ആൾക്കാരെങ്കിലും മാം പറഞ്ഞതിലൂടെ യോഗ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ മാമിൻ്റെ യോഗ ജേർണി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒത്തിരി നന്ദി മാം. ഐ ഹോപ്പ് ഈ ഇന്റർവ്യൂ കണ്ട എല്ലാവരും യോഗേനെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ട് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന്. താങ്ക് യു ടി ഫോർ ടാലന്റ് ഫോർ പ്രൊവൈഡിംഗ് മീ വിത്ത് സച്ച് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. Stay tuned for more such chit chats. Signing off, Vasundhara.